നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു എന്ന് മൗലവി കിതാബിലുണ്ട്. ഇതിന് ആധികാരികമായ വല്ല തെളിവുകളും ഉണ്ടോ എന്ന് ഞങ്ങളെ ഇറങ്ങാൻ പറ്റില്ല. വസ്തഗാസ ബിഹി നൂഹ് എന്നുള്ളത് മൗലിദിൽ പറഞ്ഞ ആ വാക്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന ആ വാക്കിൻ്റെ അർത്ഥം അത് മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പല കിതാബിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഉദ്ധരിച്ചത് മങ്കൂസ് മൗലിദിൽ എന്നാണ് ഞാൻ ഇവിടെ സമർത്ഥിച്ചത്. മുഫസ്സിരീങ്ങൾ പലതും ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നൂഹ് നബിൻ്റെ കാലത്ത് നടന്ന കഥ നമുക്ക് തിരിയില്ലല്ലോ. അത് തിരിയോ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട വിഷയം. നിങ്ങളെ കയ്യിൽ മൈക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വിഷയം ബോധ്യപ്പെടണ്ടേ? മൈക്ക് വെച്ചിട്ട് പറയും നിങ്ങൾക്ക് ഈ വിഷയം ബോധ്യപ്പെടണ്ടേ? മൈക്ക് നിങ്ങൾ പിടിച്ചെടുത്താൽ ബോധ്യപ്പെടണം. ആണ്ട വേണ്ട, നിങ്ങൾ അയാൾക്ക് കൊടുക്കും. അയാൾ ഞങ്ങളെ സംഘാടകര മൈക്കാണ്, നിങ്ങളെങ്ങനെ കയ്യിൽ പിടിച്ചാൽ എങ്ങനെ ബോധ്യപ്പെടണം? ബോധ്യപ്പെടണം. അപ്പോൾ ബോധ്യപ്പെടണമെങ്കിൽ മങ്കൂസ് മൗലിദിൽ ഉദ്ധരിച്ചിട്ടുള്ള വസ്തഗാസ ബിഹി നൂഹ് എന്ന വാക്യം പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു. അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് മങ്കൂസ് മൗലിദിലും മറ്റു പല കിതാബുകളൊക്കെ ഇത് ഉദ്ധരിച്ചത്. ചോദിച്ചത് അതാ ഇബ്നു മർസൂഖിന്റെ അബി മർസൂഖിന്റെ അത്തവസ്സുൽ വജഹലത്തുൽ വഹാബി എന്ന കിതാബിലുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബിലുണ്ട്, പല കിതാബിലുണ്ട്. അങ്ങനെ കിതാബിലേക്ക് പറഞ്ഞു തന്നത് അബി മർസൂഖിന്റെ അത്തവസ്സുൽ എന്ന കിതാബിലുണ്ട്. 187 പേജ്. വഅമ്മാ വറദ മിൻ തവസ്സുലി നൂഹ് വ ഇബ്രാഹിമ വ ഇബ്രാഹിമ മിനൽ അംബിയാഇ ഫദക്കറഹുൽ മുഫസ്സിറൂൻ. അസ്സലാമു അലൈക്കും. എനിക്ക് ആ കുട്ടി ചോദിച്ചതിനാണ് ചോദിക്കാനുള്ളത്. ആ ആയത്ത് ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്ത് വലവ് അന്നഹുമുല്ലമോ എന്നുള്ള ആയത്ത് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ അയാളോട് നമ്മളെ പൊറുക്കാൻ വേണ്ടി തേടാൻ പറയണം. എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോഴേ അത് പുറത്തു വിട്ടുള്ളൂ എന്നുള്ള ആയത്താണ് പല പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാൻ മനസ്സിലാക്കിയത്. വലഹു അന്നഹുല്ലമോ എന്നുള്ള ആയത്ത്, ആ കുട്ടി പറഞ്ഞ ആയത്ത്, അത് ഞാൻ ഇപ്പം നിങ്ങളോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കുകയും എന്നിട്ട് എനിക്ക് പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയണം. അതിനുള്ള ആയത്തല്ല അത്. അല്ല, അതിനുള്ള ആയത്തല്ല. വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക, നബിയെ തങ്ങളടുക്കൽ വന്നാൽ എന്നാണ് അതിൽ പറയുന്നത്. അതെ, കഴിഞ്ഞോ? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിധി തേടേണ്ടതിന് ബദൽ മൂപ്പരൊരു യഹൂദിൻ്റെ അടുത്ത് വിധി തേടി പോയതുകൊണ്ട് അത് റസൂൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് റസൂലിനോട് ചെയ്ത തെറ്റാണ്. അതുകൊണ്ടാണ് അത് റസൂലിൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ഞാൻ നിങ്ങളോട് പറയുകയും എനിക്ക് വേണ്ടി പൊറുക്കാൻ വേണ്ടി നിങ്ങളോട് പറയും വേണം. അതേ ഒരു തെറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ യഹൂദിയോട് വിധി തേടിപ്പോയി. ആ നിലക്കാണ് അള്ളാഹു പറഞ്ഞത് അത് റസൂലിനോട് ചെന്ന് പറയണം, എന്നിട്ട് അത് റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ഞാൻ പൊറുക്കുന്നവരായി നിങ്ങൾക്ക് കാണാം എന്നാണ് ആയത്ത് വിശദീകരിച്ചിട്ടുള്ളത്. ഇതാര് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ? ആരും പറഞ്ഞു? ഇല്ല. ആയത്ത് ഇറങ്ങലിന്റെ അവതരണ കാരണം പറഞ്ഞു എന്നല്ലാതെ ഈ ആയത്ത് നൽകുന്ന പാഠം ഇബ്നു കസീർ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് എന്നാണ് ഇപ്പൊ ഇബ്നു കസീർ ഉദ്ധരിച്ചത്. ഞാൻ ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇബ്നു കസീർ ഉദ്ധരിച്ച കഥ പോലുള്ളതും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഇസ്തിശ്വാഅ് സുന്നത്താണെന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ. അപ്പൊ ഞാന് വേറെ ആളോട് തെറ്റ് ചെയ്താൽ ഞാൻ റസൂലിനോട് തേടിയാൽ മതിയാ? നിങ്ങളെന്താ ചോദിക്കുന്നത്? ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ആയത്തിൽ തെറ്റ് ചെയ്ത നബിനോട് തെറ്റ് ചെയ്തവരോട് മാത്രം നബിന്റെ അടുത്ത് പോകാൻ നബിന്റെ ജീവിതകാലത്തേക്ക് ബാധകമാണെന്ന് ഏത് മുഫസ്സിറാ പറഞ്ഞത് എന്നാ ചോദിക്കുന്നത്. ആ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞു? ഒരു മുഫസ്സിറും പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് റസൂലിനോട് എല്ലാ തെറ്റ് ചെയ്തവർ റസൂലിനോട് തേടണം എന്നുള്ളതിന് ഇറക്കിയതാ. അതിനാണ് ഇബ്നു കസീർ പറഞ്ഞത് ഏത് പാപികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ നബിന്റെ ഹദറത്തിൽ ചെന്നിട്ട് ഇസ്തിശ്ഫാഅ് നടത്തണമെന്നാണ് ഈ ആയത്തിന്റെ ആഹ്വാനം. എന്നാൽ അത് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല എന്ന് എഴുതി തരാൻ പറ്റുമോ? പറ്റും. ഞാൻ എഴുതി തന്നാൽ എനിക്ക് ഇത് അറിയണ പണ്ഡിതന്മാരോട് ചോദിക്കണം. ആയിക്കോട്ടെ. ബാക്കി നമ്മളായിട്ട് പോകുന്ന ആളോട് പറയാം. ശരിക്കും പറയാൻ കുഴപ്പമില്ല. നിങ്ങളെക്കാൾ വല്യോല കിട്ടാനല്ലേ നമ്മൾ നടക്കുന്നത്.
അസ്സലാമു അലൈക്കും. മൗലൂദിൻ്റെ ഇടയിൽ നമുക്ക് കാണാം, ഇന്ന ബൈത്തൻ അന്ത സാക്കിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. താങ്കൾ ജീവിക്കുന്ന വീട്ടിൽ വിളക്കിൻ്റെ ആവശ്യമില്ല എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വരി. അതേ സ്ഥാനത്ത് നമുക്ക് സ്വഹിയായ ഹദീസ്, അതല്ലെങ്കിൽ ഹദീസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം, ആയിഷ ബീവിയുടെ കൂടെ റസൂൽ താമസിച്ചും കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോവുകയും റസൂല് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ആയിഷ ബീവി തിരിച്ച് നബിയെ ഒരു വിളക്കിൻ്റെ നാളം കെട്ടത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ചെരുപ്പിൻ്റെ വള്ളിയറ്റാലും അത് തന്നെയാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലും ആയിഷ ബീവിയും താമസിക്കുന്ന സ്ഥലത്ത് വിളക്കുണ്ടായിരുന്നു. അവിടെ വിളക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നു. മറ്റൊരു സംഭവത്തിൽ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി നബിയുടെ പ്രകാശം കൊണ്ട് പെറുക്കിയെടുത്തിരുന്നു എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഗ്രന്ഥത്തിലെന്ന് പറയുന്നില്ല, ഇങ്ങനെ ചരിത്രത്തിലുണ്ടായിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്താണ്? നബിയുടെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഭാഷാ ഭംഗിക്ക് വേണ്ടി ഉപയോഗിച്ചതോ ഇതുപോലത്തെ ഒരു പ്രകാശം സൂചി പെറുക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്രകാശമാണോ? എങ്കിൽ എന്തിന് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്നറിഞ്ഞാൽ കൊള്ളാമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു ലൈസ മുഹ്താജൻ നിലസുർജി എന്ന വാക്കിൻ്റെ അർത്ഥമല്ലേ ഇത്? സാഹിത്യ അലങ്കാര പ്രയോഗപ്രകാരം ഇമാം വസ്സാലി തങ്ങൾ ചൊല്ലിയ ബെയ്ത്തിലുള്ളതാണ്. ഇമാം വസ്സാലിയുടെ ബെയ്ത്തിലുണ്ട് ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു ലൈസ മുഹ്താജൻ നിലസുർജി. തങ്ങൾ തന്നെ നല്ല തിങ്കളാണ്, തങ്ങൾ തന്നെ നല്ല പൗർണമിയാണ്. അപ്പോൾ പൗർണമിയോട് ഉപമിക്കപ്പെട്ട തങ്ങളെ തങ്ങളുള്ള ഒരു വീട്ടിൽ പിന്നെന്തിന് വിളക്ക് എന്ന് ചോദിച്ചത് അലങ്കാര പ്രയോഗപ്രകാരമുള്ള പ്രയോഗമാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് വെളിച്ചമുണ്ടാവണോ വെളിച്ചണ്ടേ എന്നുള്ള അർത്ഥം തന്നെ നൽകണ്ട. എന്നാൽ നബിയുടെ കറാമത്ത്, നബിയുടെ മൊയ്ജിദത്ത് കൊണ്ട് ചിലപ്പോൾ നബിയുടെ കൈവിരൽ തന്നെ പ്രകാശിക്കാം, നബിയുടെ ശരീരം പ്രകാശിക്കാം. ഈ സംഭവങ്ങൾക്കൊന്നും ഈ പദ്യം എതിരല്ല. പദ്യത്തിൽ പറഞ്ഞത് ഖമറിനോടും സൂര്യനോടും ഉപമിച്ചിട്ടുള്ള അനേകം ഉപമകൾ മങ്കൂസ് മൗലിദിലുണ്ട്. തർക്കം തന്നെ തുടങ്ങുന്നത് ഖമറ നബിയിൽ ഹുദാന്നല്ലേ, സന്മാർഗത്തിൻ്റെ പ്രവാചകരെന്ന ചന്ദ്രനെ. അപ്പം ചന്ദ്രനോടും സൂര്യനോടും ഉപമിക്കപ്പെട്ട നബിയെ ചന്ദ്രന പ്രകാശം പോലെ സൂര്യപ്രകാശം പോലെ പ്രകാശിക്കുന്നവരാക്കി സങ്കല്പിച്ചിട്ട് അങ്ങൊരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെന്തിന് വിളക്ക് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അത് ആത്മീയ ഇരുട്ടിന് ആത്മീയ വെളിച്ചം നൽകുന്ന വിളക്കല്ലോ അങ്ങ് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ ഇമാം വസ്സാലി പാടിയ പാട്ടാണത്. അതിന് മോശമല്ലല്ലോ, ആ പ്രയോഗത്തിന് മോശമല്ലല്ലോ. ആ പ്രയോഗത്തിന് മോശമില്ല. പക്ഷേ പിന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകാശം അത് വെളിച്ചമായിരുന്നില്ല. വെളിച്ചമുണ്ടാവാം, വെറും കണ്ണ് വെളിച്ചമൊന്നും അല്ലല്ലേ. അല്ലപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, ആ എന്തൊരു വെളിച്ചമുള്ള മുഖം, എന്തൊരു ഈമാനുള്ള മുഖം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രയോഗമാണോ? അങ്ങനെയിൽ പരിപൂർണമായിട്ട് നബിനെ പറയാം. അതിന്റെ പുറമെ വെളിച്ചമായിട്ട് നബിക്ക് വേണമെങ്കിൽ എപ്പോഴും ആവാം. ഇങ്ങനെ സന്ദർഭങ്ങളുണ്ട്. ഈ സൂചി എടുത്തു എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശ സംബന്ധമായിട്ടുള്ളൊരു ചെറിയ സംശയം തന്നെയാണ്. ഖലക്കൽ ഇൻസാന മിൻ അലക്ക്, മനുഷ്യരെ മുഴുവനും അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഈ മൗലിദിൻ്റെ കിതാബുകളിൽ നേരത്തെ ഉസ്താദ് വിഷയാവതരണത്തിൽ പറഞ്ഞു, പ്രകാശത്തിനെ കുറിച്ച് കുറച്ച് വിശദീകരിക്കുകയും ചെയ്തു. വേറൊരു ഭാഗത്ത് ഹുലിക്തു മിൻ നൂരില്ല എന്ന പ്രവാചകൻ്റെ ഒരു ഹദീസ് ഞാൻ ഈ അടുത്തായിട്ട് ഒരു പ്രസംഗത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെതല്ലാത്ത മറ്റൊരു പ്രഭാഷകൻ്റെ ഒരു ചെറിയൊരു കേസറ്റിൻ്റെ ഒരു ചെറിയൊരു അംശം കേൾക്കാൻ കഴിഞ്ഞതാണ്. അതിൽ പറയുന്നത് ഈ ഖുർആനിന് എതിരായി മുത്തഫക്കുൻ അലൈഹിയായ ഹദീസ് വന്നാൽ പോലും തള്ളണമെന്നും അത് സ്വീകരിക്കരുതെന്നുമാണ്. എന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായ ശിർക്കാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ഒരു കേസറിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടതാണ്. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ചർച്ച, ഒരു വിശദീകരണം തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ആരംഭ നബിയുടെ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രകാശം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്.
നബിൻ്റെ ഒളിവ്. അതായത് നബിൻ്റെ ഒളിവ് എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണെന്ന് തിരിയാൻ പറ്റില്ല. എന്താണെന്ന് തിരിയാനും വ്യവഹരിക്കാനും നിരൂപിക്കാനും നിർവചിക്കാനും പറ്റാത്തതിനെ ആത്മീയമായിട്ട് നല്ല പ്രഭയുള്ളതാകുമ്പോൾ അതിനെ നൂറ് എന്ന് വിളിക്കുന്നത് അറബിൽ സാധാരണയാണ്. ഖുർആൻ്റെ നൂറ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, വെളിച്ചം. വിശുദ്ധ ഖുർആൻ്റെ നൂറ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അള്ളാൻ്റെ കലാം എന്നുള്ള അർത്ഥത്തിൽ. ഇതുപോലെ നബിയുടെ ദാത്ത്, നബിയുടെ തിരുശരീരവും വ്യക്തിത്വവും ഉരുപെടാൻ ആദ്യമുണ്ടായ കണം എന്താണോ, ബീജഗണം, ആ ബീജഗണത്തിൻ്റെ പരിശുദ്ധിയും തെളിച്ചവും വെളിച്ചവും ഓജസ്സും പരിഗണിച്ചുകൊണ്ടാണ് നബിയുടെ ആദ്യ ബീജഗണത്തെ നൂർ എന്ന് പറയുന്നത്, ഒളിവ്. ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും വരാൻ. ഈ അർത്ഥത്തിലാണ് നബിയുടെ നൂറ് നൂറ് എന്ന് പറയുന്നത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസൊക്കെ തെളിയിക്കുന്നത് തന്നെയാണ് ഈ അർത്ഥത്തിലുള്ള പരമാർത്ഥം. പിന്നെ നിങ്ങൾ പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഖുർആനെതിരെ വന്നാൽ നോക്കി, ഇതൊക്കെ വല്ലാത്ത അബദ്ധമാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് ബോധ്യപ്പെട്ടത് നബിയുടെ ഒരു വാക്യം. അപ്പം നബിയുടെ വാക്യമോ നബിയുടെ ഹദീസോ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആന് എതിരായിട്ട് വരുമ്പോൾ അള്ളാഹ്ക്കും ഈ രണ്ട് വഹയും തമ്മിലുള്ള വ്യത്യാസം തിരിഞ്ഞില്ല. നബിക്ക് ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നബിക്കും അള്ളാഹിൻ്റെ കലാമായിട്ട് എതിരാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് തിരിഞ്ഞില്ല. ബുഖാരി മുസ്ലിം എന്നവർ വരെയുള്ള പരമ്പരയിൽ ആർക്കും ഖുർആനെതിരാണ് ഈ പറയുന്നതെന്ന് തിരിഞ്ഞില്ല. ഇത് കിതാബിൽ കൊടുത്ത ഇമാം ബുഖാരിക്കും ഖുർആനെതിരാണ് ഇതെന്ന് തിരിഞ്ഞില്ല. ഇക്കാലം അത്രയും ബുഖാരി ഓതിയിട്ടുള്ള ആർക്കും മുസ്ലിം ഓതിയിട്ടുള്ള ആർക്കും ഖുർആനിൽ 6000 ചില്ലാന ആയത്തിനെതിരാണ് ഇതെന്ന് തിരിഞ്ഞില്ല. ഇപ്പം ഏതോ മുറി വഹാബികൾക്ക് മാത്രമേ തിരിഞ്ഞുള്ളൂ എന്ന് പറയുന്ന അബദ്ധം എത്ര മോശപ്പെട്ട അബദ്ധം അല്ല സഹോദരൻ? മോശമല്ലേ അത്? ആ മോശമാണ് നിങ്ങളെ കേട്ടത്. അതൊക്കെ വളരെ വൃത്തികെട്ട വാദമാണ്. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത് റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് എന്നതിന് പ്രാമാണികമായ വല്ല തെളിവും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. ചരിത്രത്തിലെ പ്രാമാണികം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാണ് ആദ്യം തിരിയണം. ചരിത്രത്തിൽ പ്രാമാണികം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രമാണം ഏതാണ്? പ്രമാണങ്ങൾ ഹദീസുകളാണെങ്കിലും കുഴപ്പമില്ല, ചരിത്രത്തിലെ പ്രമാണമാണ് ഇതിന് വേണ്ടത്. ഹദീസൊന്നും അന്നുണ്ടാവില്ല. നബി ജനിച്ചെന്ന ഹദീസും ഖുർആനൊന്നും ഇല്ലല്ലോ. ഇന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി എന്ന ചരിത്രം മതി. ചരിത്രം മതി എന്നല്ല, അതേ കിട്ടൂ. ചരിത്രം അല്ലാതെ നബി ജനിച്ചെന്ന് എവിടുന്ന ഖുർആനും സുന്നത്തും സഹോദരൻ അങ്ങക്കറിയില്ലേ? പിന്നെ മുജാഹിദ് ആളുകൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഹദീസിലും ഖുർആനിലും തെളിവില്ല. അതന്നെയല്ലേ വിഡ്ഢിത്തം. നബി ജനിക്കുന്ന കാലത്ത് ഖുർആനില്ല ഹദീസില്ല എന്ന് ഈ പാമര ജനങ്ങൾ പെട്ടെന്ന് ഓർക്കൂല. അപ്പൊ ഓർമ്മയില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് വെറുതെ അവരെ കോമരം തുള്ളിക്കല്ലേ ഈ മുജാഹിദുകൾ. അപ്പൊ അവര് ചോദിക്കുമ്പോ വ്യക്തമായ ഒരു മറുപടി പറയാൻ കിട്ടാത്തത് നിങ്ങൾ ഒന്നുകൂടി പഠിച്ചു വെക്കുക. അന്ന് ആയത്തില്ല ഹദീസില്ല എന്ന പരമാർത്ഥം പറഞ്ഞു കൊടുക്കുക, ആർക്കും ബോധ്യപ്പെടും. അല്ല ഉസ്താദ്, ഒരു ചെറിയ തെളിവ് പറഞ്ഞാൽ ചരിത്രപരമായ തെളിവാണ് ആവശ്യമെങ്കിൽ ചരിത്രം വിവരിക്കുന്ന എല്ലാ ഗ്രന്ഥത്തിലുണ്ട്. താരീഖുൽ ഉമം മുതൽക്ക് ഇനി സീറത്തു ഇബ്നു ഇസ്ഹാഖ് മുതൽക്ക്, സീറത്തു ഇബ്നു ഹിഷാം മുതൽക്ക്, താരീഖുൽ ഉമം മുതൽക്ക്, ബിദായത്തു നിഹായ മുതൽക്ക് ഇമാം സുയൂത്തിന്റെ താരീഖ് വരെയുള്ള മുഴുവൻ കിതാബുകളിലും വിവരിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 ഏറ്റവും പ്രചാരപ്പെട്ടത്. വഫാത്തായതും അതേ ദിവസമാണെന്നും ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. മങ്കൂസ് കേട്ടില്ല സഹോദരൻ? കേൾക്കുന്നു. ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഈ ലോകത്ത് പടച്ചിട്ടുണ്ട് എന്ന് മങ്കൂസ് മൗലൂദിലുണ്ട് എന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞു. എന്നാൽ മറ്റൊരു മാലയായ ഷറഫൽ അനാമിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിൻ്റെ 2000 വർഷം മുമ്പാണ് ഈ പ്രകാശം പഠിച്ചിട്ടുള്ളത് എന്നും മഹ്മൂദ് മാലയിൽ 1,00,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രകാശം പഠിച്ചിട്ടുള്ളത് എന്നും ഉണ്ട്. ഇതിൽ ഏതാണ് ശരി? ഇത് ഖുർആനിലോ ഹദീസിലോ വഴി തെളിയിക്കാൻ സാധിക്കുമോ? കുട്ടി എവിടുന്നോ പകർത്തി കൊണ്ടെന്നാണ് ഇത് നെല്ലേശം മനസ്സിലാക്കി. അതെ, നമുക്ക് വിവരമില്ല, അതുകൊണ്ട് എനിക്ക് പറയാം. റസൂലുള്ളാന്റെ ആദം നബിനെ പടക്കുന്നതിന് മുൻപ് എന്നും അതുപോലെ ലോകം പടക്കുന്നതിന് മുമ്പ് എന്നും പറയുമ്പോൾ നിങ്ങൾ കാലം ഒന്ന് ശ്രദ്ധിക്കണം.
ലോകം പടക്കുന്നതിന് ഈ ലൈറ്റ് കുറച്ചൊന്ന് കണ്ടുകുത്തിയിട്ടാണ്. ലോകം പടക്കുന്നതിൻ്റെ മുൻപ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവുണ്ടാവുമ്പോൾ കൊല്ലം കണക്കാക്കാൻ കാലം കിട്ടൂല. അവിടെ കൊല്ലം കിട്ടൂലല്ലോ. ഇതിൽ ഇതുണ്ടല്ലോ ഉള്ളത് പറഞ്ഞുതരാം. അങ്ങനത്തെ കൊല്ലാകുമ്പോൾ ആ പറഞ്ഞ പ്രയോഗവും 14,000 കൊല്ലം എന്നുള്ളതും 25,000 കൊല്ലം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒക്കെ അർത്ഥം വളരെ സുദീർഘമായ കാലം എന്നേ ഉള്ളൂ. വളരെ സുദീർഘമായ കാലം എന്ന അർത്ഥത്തിൽ ചില റിപ്പോർട്ടുകളിൽ 2,000 കൊല്ലം എന്ന് ഉപയോഗിക്കും, ചിലതിൽ 14,000 കൊല്ലം എന്ന് ഉപയോഗിക്കും, ചിലർ 50,000 കൊല്ലം എന്ന് ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം സൂര്യവും വെളിച്ചമൊന്നും ഇല്ലാത്ത കാലല്ലേ. സൂര്യവും വെളിച്ചമൊക്കെ വന്നിട്ടല്ലേ ദിവസവും പകലും രാവും പകലും ദിവസവും ദിനമൊക്കെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണില്ലേ? അപ്പൊ ഈ 10,000, 2,000, 14,000 എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുദീർഘമായ കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്യത്തിന് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ചിലർ കൊല്ലങ്ങൾ വിവരിക്കും. അത് റസൂലുള്ള ഉപയോഗിക്കും. ആലങ്കാരികളുള്ളത് റസൂലും പറയും. അപ്പൊ ഈ അർത്ഥത്തിൽ ഖുർആനും വന്നിട്ടുണ്ട്. അങ്ങനെ ഖുർആനിൽ നോക്കി നിങ്ങൾ, ഖുർആനിൽ പറയുന്നത് ആഖിറത്തിലെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം അൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങളുടെ എണ്ണത്തിലെ 1000 കൊല്ലത്തെ പോലെയാകുന്നു ഒരായത്ത്. അല്ലേ? ഒരു സൂറത്തൊരായത്ത്. സൂറത്തുൽ മആരിജിലാണെങ്കിലോ നിങ്ങൾ എണ്ണുന്നതായ 50,000 കൊല്ലമാണ് അവിടുത്തെ ദിവസവും ആയത്ത്. അപ്പൊ അൽ മആരിജ് സൂറത്തിലെ ആയത്തും സാധാരണ നമ്മൾ ഒന്ന് അലിഫ് ലാം മീം തൻസീൽ സജദിയിലെ ആയത്തും ഈ 2 ആയത്തും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമില്ല. 50,000 കൊല്ലം എന്ന് ആഖിറത്തിലെ ദിവസത്തെ പറഞ്ഞതും 1000 കൊല്ലം എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം വളരെ സുദീർഘമായ കാലം, നമുക്ക് നിരൂപിക്കാൻ കഴിയാത്ത കൊല്ലം എന്നുള്ളൂ. അപ്പം അത് ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അത്തരം പ്രയോഗത്തിൽ വന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. ചിലർ നീണ്ട കാലം മുൻപ് എന്നതിന് 2,000 കൊല്ലം മുൻപ് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ 12,000 കൊല്ലം മുൻപ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒക്കെ അർത്ഥം അന്ന് കൊല്ലമില്ലാന്നും അന്ന് വർഷം കണക്കാക്കാനുള്ള സൂര്യചന്ദ്രാദികളൊന്നും പഠിച്ചിട്ടില്ല എന്നും വ്യക്തമാകുമ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കും വളരെ സുദീർഘമായ കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഇത് സംബന്ധിച്ചും മനസ്സിലാക്കേണ്ടുള്ളൂ. മഹ്മൂദ് മാല, ജാല മുഹമ്മദ്, ഷറഫുൽ അനാം, മങ്കൂസ് മൗലിദ് ഇതൊന്നും തമ്മിൽ മാറ്റമില്ല. വളരെ സുദീർഘമായ കാലം എന്നതിന് ഉപയോഗിക്കപ്പെട്ട വ്യത്യസ്ത വാക്യങ്ങളും ഇബാറത്തുകളും മാത്രമാണവ. മനസ്സിലായോ? മനസ്സിലായല്ലോ? മനസ്സിലായി. ഉസ്താദേ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ കൂടിയതും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിവാദങ്ങളും റസൂലുള്ളാഹിനെ കുറിച്ചുള്ള സംശയങ്ങളുമാണല്ലോ. സ്ഥിരമായിട്ട് നമ്മുടെ കേരളത്തിൽ ജമാഅത്ത് മുജാഹിദീങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പല വിഷയങ്ങളും എപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നതിലും സങ്കടം പറയുന്നതിലും സംശയം, മറ്റു വിഷയങ്ങളിലും സംശയം, നബിതങ്ങളുടെ ഉമ്മാനെക്കുറിച്ച് കാഫിറാണോ എന്ന് സംശയം, ഇപ്പാനെക്കുറിച്ചും സംശയം, ഏത് നിലക്ക് പരിശോധിച്ചാലും റസൂലുള്ളാഹിനെ കുറിച്ച് സംശയം. ഇങ്ങനെ എപ്പോഴും റസൂലുള്ളാഹിനെ കുറിച്ച് വിവാദം ഉണ്ടാക്കി ഈ ഇവരെ കുറിച്ച് ഉസ്താദെ ഞാൻ കടന്നു ചോദിക്കാമെന്ന് കരുതരുത്, ഇവരെ കുറിച്ച് മുസ്ലിമോ അതോ മുനാഫിഖോ ഒന്ന് പറഞ്ഞെന്ന വളരെ ഉപകാരമായിരുന്നു. കാരണം ഏത് സമയം റസൂലുള്ളാഹിന്റെ ഖബർ ജീവിതത്തെക്കുറിച്ച് ചെന്ന് ചോദിച്ചാൽ നേരിട്ട് സലാം പറയാൻ ചെന്ന് സങ്കടം പറയാൻ പാടില്ല. ഇമ്മാനെ കുറിച്ച് സംശയം, അത്തഹിയ്യാത്തിൽ നിസ്കരിക്കുമ്പോൾ നബിനെ ഓർക്കാൻ പാടില്ല. ഈ ഏതൊരു വിഷയം പരിശോധിച്ചാലും റസൂലുള്ളാഹിനെ കുറിച്ച് അവിടുത്തെ ശരീരത്തെ റസൂലുള്ളാഹി ജീവിതത്തിൽ കൂട്ടുവാ ഇട്ടിട്ടില്ല, അത് പറഞ്ഞാലും സംശയം. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഈച്ചരിഞ്ഞിട്ടില്ല, അത് പറഞ്ഞാലും സംശയം. ഈ ഏതൊരു വിഷയം സംശയം പറഞ്ഞാലും ഓക്കെ. റസൂലുള്ളാഹിനെ കുറിച്ച് സംശയം വരുമ്പോൾ നബിനെ മുഹമ്മദ് റസൂലുള്ളാഹി നാവ് കൊണ്ട് വിശ്വസിക്കുന്നു എന്നല്ലാതെ ഖൽബ് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ കേരളത്തിലെ ഈ ജമാഅത്ത് മുജാഹിദീങ്ങളെ കുറിച്ച് എല്ലാ പുത്തൻ ഭാഷക്കാരും മുസ്ലിമീങ്ങളോ അതോ മുനാഫിക്കീങ്ങളോ ഉസ്താദെ ഒന്ന് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. മുനാഫിക്കീങ്ങളുടെ വിശേഷണത്തിലുള്ളവരാണ് അവർക്ക് അനേകം ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. മുനാഫിക്കീങ്ങളുടെ വിശേഷണമാണ് അവർക്കുള്ളത്. നമ്മൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നബിയുടെ കാലത്തില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ബിദഅത്താന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉദാഹരണം മങ്കൂസ് മൗലിദ്. അപ്പോൾ ഷർറൽ ഉമൂറ മുഹ്ദസാത്തോ വകുല്ല മുഹ്ദസത്തിൻ ബിദഅ. ഈ വിഷയാധാരകന് നിങ്ങൾ പിന്നെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ വചനം മോദി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞല്ലോ. അല്ല, അതിൻ്റെ അർത്ഥം പറയും.
നബിയുടെ കാലത്തുണ്ടാകാത്ത കാര്യം എന്നാണെങ്കിൽ ആ പറഞ്ഞ ഹദീസിനെ നമ്മൾ ഒന്നും കൂടി വ്യാഖ്യാനിക്കണം. വേറെ ചില ഹദീസ് അല്ല അവിടെ പറഞ്ഞ കുല്ലും എന്ന് പറയുന്നത് എന്താണ്? കുല്ലും തന്നെ അല്ല 3 കുല്ലും എന്ന് പറയുന്നുണ്ട്. ആ 3 കുല്ലിന്റെ അർത്ഥം കുല്ല മുഹദസത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പുതുതായി ഉണ്ടായതും ബിദ്അത്തുൻ പുത്തനാചാരമാകും. വകുല്ലു ബിദ്അത്തിൻ എല്ലാ പുത്തനാചാരങ്ങളും വലാല വഴികേടാകുന്നു. വകുല്ലു വലാലത്തിൻ എല്ലാ വലാലത്തുകളും ഫിന്നാർ നരകത്തിലാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞത് വലാലത്ത് ബിദ്അത്ത് മുഹദസത്ത് എന്നതിന് വിശദമായ അർത്ഥം പഠിച്ചാൽ നിരൂപിച്ച് മനസ്സിലാക്കണം. ഒരു ഹദീസ് മാത്രമല്ല ഉള്ളത്. ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ നിങ്ങൾ ലേശം സമ്മതിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസിനെ ചില ഹദീസുകളിലുണ്ട് ഒമിനൽ ബിദ്അത്തു വലാലത്തിൻ ലാ യർവാഹു അല്ലാഹു വറസൂലുഹു. അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത വലാലത്തിന്റെ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാവുന്നു എന്ന് ബൈഹഖിയും ഇബ്നു മാജയും നിവേദനം ചെയ്ത ഒരു ഹദീസിലുണ്ട്. അപ്പൊ വലാലത്തിന്റെ ബിദ്അത്തല്ലാത്ത നല്ല ബിദ്അത്തുകളാണെങ്കിൽ ആ ബിദ്അത്തുകൾ വഴികേടിലല്ല എന്ന് ഈ ഹദീസ് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാം. അതേപോലെ തന്നെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ എന്നിങ്ങനെ 2 പറഞ്ഞപ്പോൾ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങളും നബിയുടെ കാലത്തില്ലാത്ത പ്രവർത്തനങ്ങളും തന്നെ ചീത്തയും നന്മയും ഉണ്ടാകാം എന്ന് ഈ ഹദീസിൽ തന്നെ വ്യക്തമായതുകൊണ്ട് എല്ലാ ബിദ്അത്തും എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ശറഇന്റെ നിയമത്തിനെതിരായ എല്ലാ ബിദ്അത്തുകളും എന്നാവുന്നു ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് ഇമാം ഷാഫിഈ മുതൽക്കുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും ഫുഖഹാവും വിവരിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ഒറ്റ ഹദീസ് മാത്രമല്ല, അനേകം ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് പുതിയ കാര്യങ്ങൾ എല്ലാം വലാലത്തല്ല എന്ന് വെളിവാക്കിയത് കൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു ബിദ്അത്തിന്റെ കൂട്ടത്തിൽ തന്നെ ബിദ്അത്തു വലാല വലാലത്തിന്റെ ബിദ്അത്തുണ്ട് എന്ന് അറിയുമ്പോൾ വലാലത്തിന്റെ ബിദ്അത്ത് അല്ലാത്തതുണ്ട് എന്ന് മനസ്സിലാവൂലേ? അല്ല പിന്നെ കുല്ലും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ പറയുന്ന കുട്ടി കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശറഇനെതിരായ എല്ലാ ബിദ്അത്തും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം ഷാഫിഈ മുതൽക്കുള്ളവരെല്ലാം ഈ ഹദീസിനെ പഠിപ്പിച്ചു. ഇനി ഒരു ചോദ്യം, കുല്ലു ശറഇനെതിരായ വിദ്യാർത്ഥി എന്ന് പറയും. അപ്പൊ ഈ നബിദിനെ ആഘോഷിക്കുന്നത് നബി എതിർത്തിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഒരു ഹദീസ് കാണുന്നിങ്ങനെ, പിന്നെ മറിയമിന്റെ പുത്രൻ ഈസ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തിയ പോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മറിയമിന്റെ പുത്രൻ ക്രിസ്ത്യാനികൾ കൊല്ലത്തിൽ ഒരു ദിവസം ഡിസംബർ 25 മാത്രം പുകഴ്ത്തുന്നു. ഇത് ഒരു കൊല്ലം പിന്നെ ഒരു മാസം റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ അല്ലെ പിന്നെ റബീഉൽ ആഖിറിലേക്കും നീണ്ടു പോകുന്നു. അപ്പൊ അതിനേക്കാൾ വലിയതല്ല ഇത്? അതാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞ ഹദീസിന് നിങ്ങളാ പറഞ്ഞ അർത്ഥമൊന്നുമില്ല. പിന്നെ പറയാം. അല്ല എന്നാ പിന്നെ പറയാം. മറിയമിന്റെ പുത്രനെ ദൈവമാക്കിയിട്ട് ഉള്ള നിലവാരത്തിൽ നിന്ന് ദൈവിക നിലവാരത്തിലേക്ക് ക്രിസ്ത്യാനികൾ ഉയർത്തിയതുപോലെ നിങ്ങൾ രംഗം വിട്ട് നിയമം വിട്ട് പുകഴ്ത്തരുത് എന്നാണ്. അല്ല ഇത് ദൈവം ആക്കില്ല എന്ന് പറയുന്നത്. ദൈവം ആക്കിയതുപോലെ തന്നെയല്ലേ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ദൈവം ആക്കിയതിന് തുല്യമല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ദൈവമാക്കിയതിന് തുല്യമല്ല. ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് വിശേഷിപ്പിക്കുകയോ കൊടുക്കണം, മനസ്സിൽ കൊടുക്കണം. ദൈവം എന്ന് ആക്കുക എന്നതിന്റെ അർത്ഥം എന്താ? ദൈവമാക്കുക. ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ഇലാഹ് പ്രാർത്ഥനക്കർഹൻ. അള്ളാഹുവല്ലേ പ്രാർത്ഥനക്കർഹനായിട്ടുള്ളൂ? അല്ല ഇലാഹ് എന്നതിന് പ്രാർത്ഥനക്കർഹൻ ആരാണ്? അല്ല ആരാധനക്കർഹൻ. ആരാധന എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന എന്നല്ല. പിന്നെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥനക്ക് വേറെ കൂട്ടണേ? എന്ത് ആരാധനയുടെ അർത്ഥമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വേറെ പദം കൂട്ടി ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ആരാധന എന്ന പ്രാർത്ഥന എന്നല്ല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന എന്നിട്ട് ഇവിടെ ഒരുപാട് ദീർഘനേരം നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എത്തിയിട്ടാണ് വിശദീകരിക്കാത്തത്. അതിനാണ് വിശദീകരിച്ചത്. ലേശം മനസ്സിലാക്കി. പ്രാർത്ഥന ഹുവ പ്രാർത്ഥനയാകുന്നു, അൽ ഇബാദത്തു ആരാധനകളൊക്കെ പ്രാർത്ഥനയാകുന്നു എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയാകുന്നു ആ ഹദീസിന്റെ അർത്ഥം പിഴവാണ്. അങ്ങനെയല്ല ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ ആരാധനകളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്നല്ലാതെ പ്രാർത്ഥന ആരാധനയാകുന്നു എന്ന് നിർവചനം പറയൽ വഹാബിസം മെനഞ്ഞുണ്ടാക്കിയ കരുമുണയാണ്. ഭാഷ അതിന് സഹായിക്കൂല, ശറഅ അതിന് സഹായിക്കൂല, തെളിവുകളൊന്നും സഹായിക്കാത്ത പെരുമുണ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോരാ.
നിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ദുആ അതുപോലെ ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥത്തിൽ ഒരു സംവാദമോ തർക്കമോ ലേശം ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ശരിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും. നിങ്ങൾ സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന് വെളിവാക്കി തരാനല്ലേ പറ്റുള്ളൂ. വെളിവാക്കി തരുമ്പോൾ പറയാം ലാ തുത്തുറൂനി, നിങ്ങൾ എന്നെ അമിതമായിട്ട് പുകഴ്ത്തരുത്. അമിതം എന്നാൽ എനിക്കില്ലാത്ത സ്ഥാനം നൽകി പുകഴ്ത്തരുത്. യഹൂദികളും നസാറാക്കളും അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ ഇലാഹെന്നും ആരാധ്യനെന്നും വാഴ്ത്തിയതുപോലെ നസാറാക്കൾ ദൈവം എന്ന് വിളിക്കൂലേ? യേശുക്രിസ്തുവിനെ വിളിക്കൂലേ? നസാറാക്കൾ ദൈവം എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ദൈവപുത്രൻ, അതെ, അവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നില്ല എന്നുള്ളു. ദൈവത്തിന് കൊടുക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല, പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥനയല്ലേ? അല്ല, ഇങ്ങനെയാണ് മറുപടി എങ്കിൽ കഴിഞ്ഞ്. ഞാൻ വിചാരിച്ച പോലത്തെ മറുപടി കിട്ടുന്നില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ ഞാൻ ഒരു ഇതുണ്ടാവില്ല. നിങ്ങൾ അതിൻ്റെ മറുപടി അല്ല പറയുന്നത്. എന്നെ എതിരിടാനുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ നാട്ടിൽ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ കുട്ടികൾ സംസാരിക്കുമ്പോഴേ സംസാരിക്കുന്നത്. ഞാൻ നിർത്തിയ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് പറ്റില്ല. സംസാരിച്ചോളൂ. അത് പറ്റില്ല. അയാൾ കൊടുക്കും. അയാൾ ശരിക്കും മനസ്സിലാക്കി അത് ശരിക്കും സഹോദരൻ നിങ്ങളുടെ സംശയം സാധാരണ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. പോകാൻ പറ്റുള്ളൂ. അല്ല, വേണ്ട. നിങ്ങളുടെ സംശയം പറഞ്ഞല്ലോ. നിങ്ങളുടെ സംശയം ബാക്കിയുള്ളവർക്ക് പിന്നെ പറയാം. അദ്ദേഹത്തിന്റെ സംശയം തീർക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് അപേക്ഷിക്കുമ്പോഴേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സങ്കടം പറയുന്നതോ വിഷമം പറയുന്നതോ അള്ളാഹു അല്ലാത്തവരോടാണെങ്കിൽ അതിന് കേവലം അപേക്ഷ എന്നാ പറയുക. കേവലം അപേക്ഷ എന്നറിയുന്ന അർത്ഥത്തിലും പ്രാർത്ഥന എന്ന് ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥന എന്ന വാക്യം ഇബാദത്ത് എന്നതിൻ്റെ ശരി നിർവചനമായിട്ടോ പര്യായപദമായിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല. പര്യായപദം എന്ന വണ്ണം ഈ ഹദീസിനെ അധികരിച്ചുകൊണ്ടും അതിനെ പര്യായപദം വിവരിക്കുകയാണെന്ന് ജൽപ്പിച്ചുകൊണ്ടും വഹാബി വിഭാഗം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നിങ്ങളെപ്പോലുള്ള 10,000-കണക്കിന് ആളുകളെ പേടിപ്പിച്ചത്. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ ശരി അർത്ഥം നിയമപ്രകാരം താങ്കളൊന്ന് കേൾക്കുക. അദ്ദുആഉ പ്രാർത്ഥന, ഹുവ അത് മാത്രമാണ്, അൽ ഇബാദത്തു ആരാധനകളും ഇബാദത്തുകളുമെല്ലാം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പൊ കൂട്ടി വായിച്ചാൽ ഇബാദത്തുകളെല്ലാം പ്രാർത്ഥന മാത്രമാകുന്നു എന്നർത്ഥം കൽപ്പിക്കാനാണ് ഹുവ എന്ന ഒരു വാക്യം അവിടെ കൊടുക്കുന്നത്. ഹുവ എന്ന വാക്യം നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ശേഷം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാം. അപ്പൊ അദ്ദുആഉ പ്രാർത്ഥന, ഹുവ അത് മാത്രമാകുന്നു, അൽ ഇബാദത്തു ഇബാദത്തുകളെല്ലാം. അപ്പൊ നമ്മൾ നടത്തുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു. അതുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ അവസരം നഷ്ടപ്പെട്ടാൽ ഖേദിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട. ചോദിക്കുന്നവർക്കും യാചിക്കുന്നവർക്കും നൽകിയതിനപ്പുറം ഇബാദത്തിൽ മുഴുകിയിട്ട് എന്നോട് ചോദിക്കാൻ അവസരം കിട്ടാത്തവന് ഞാൻ കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ വാചകം ഉദ്ധരിച്ച അതേ ആശയത്തിലാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ്. എന്നല്ലാതെ പ്രാർത്ഥന എന്നാൽ ഇബാദത്താവുന്നു എന്ന് നിർവചനം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് പ്രാർത്ഥന മുഴുവൻ ഇബാദത്താണ് എന്നും പറയാൻ പാടില്ല. ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. നിങ്ങൾ പ്രാർത്ഥനയെയും ഇബാദത്തിനെയും വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണ തീർക്കണമെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് ഇങ്ങനെ മറുപടി പറയണം. നിങ്ങൾക്ക് വേഗം തീരും. അതിന് തയ്യാറാണോ? അതിന് തയ്യാറാണെങ്കിൽ ഒന്ന് പിടിക്കും. വേണ്ട, നിങ്ങൾക്ക് വിഷയം ഇതുകൊണ്ട് ബോധ്യപ്പെട്ടു. ഇതുകൊണ്ട് നിങ്ങൾക്ക് വിഷയം ബോധ്യപ്പെട്ടു.
അത് നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെട്ടു, ആ മതി. നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെട്ടു. പിന്നെ എങ്ങനെയാ ബോധ്യപ്പെടുന്നത്? അല്ല, അല്ലാതെ എനിക്കിൻ്റെ ഇതുണ്ടാവില്ല, നിങ്ങൾ വെച്ചോളൂ, എനിക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല. ആ വിശ്വാസപ്രകാരം എനിക്ക് ബോധ്യമായിട്ടില്ല. അത് വേണ്ട, അതവിടെ വെച്ചോളൂ. നിങ്ങളെ വിശ്വാസം കൊണ്ടുള്ള വിഷയം ബോധ്യപ്പെട്ടു. ഇനി ആരാ ചോദിച്ചു? അപ്പോൾ ഒരറിയിപ്പ്, നമ്മളുടെ ഈ നേർക്കുന്നേർ പരിപാടി 3 മണിക്ക് പിരിച്ചുവിടുന്നതാണ്. അതുവരെ ചോദ്യകർത്താക്കൾക്ക് ചോദ്യവുമായി സഹകരിക്കാവുന്നതാണ്. അപ്പോൾ ഉസ്താദേ, പ്രാർത്ഥന ഇല്ലാത്തൊരു ഇബാദത്തെന്ന് പറഞ്ഞെന്നാണ് ഞങ്ങൾ. പ്രാർത്ഥന ഇല്ലാത്തൊരു ഇബാദത്ത്, പ്രാർത്ഥന ഇല്ലാത്ത ഇബാദത്ത് ഇല്ല എന്ന് തന്നെയാണ് അള്ളാന്റെ റസൂല പറഞ്ഞത്. പിന്നെ ഇബാദത്തുകളൊക്കെ പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാ ഇബാദത്തും പ്രാർത്ഥന അല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഇബാദത്തും പ്രാർത്ഥനയാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. പ്രാർത്ഥനയെല്ലാം ഇബാദത്താണ് എന്നല്ല. കുത്തനെ അങ്ങോട്ട് വായിക്കരുത്, നിങ്ങൾ കുത്തനെ വായിക്കരുത് എന്നാ പറഞ്ഞു തന്നെ. വഹാബികൾ വായിക്കുന്നത് കുത്തനെയാണ്. അല്ല, ചെറിയ നന്നായിട്ടുണ്ട്, ചെറിയ കൊണ്ട് കുഴപ്പമില്ല, ചെറിയ നന്നായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സഹോദര, മനുഷ്യന്മാരല്ലേ. അപ്പൊ അതല്ലേ, അപ്പൊ ഞമ്മ എന്ത് തെറ്റ് ചെയ്താലും റസൂലിനോട് തേടാമെന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? റസൂലിനോട് പോയി അന്യായം പറയാൻ അല്ലേ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. അപ്പോ അല്ല, റസൂൽ അങ്ങനെയാണെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നുള്ള ഭാഗത്ത് റസൂലുള്ളാഹി ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖനാ അദാബന്നാർ എന്ന് ദുആ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ദുആ ചെയ്താൽ എന്താവും നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയും, എനിക്കറിയില്ല. എന്നോട് ചോദിക്കല്ലേ, ഇവിടെ വിഷയം അവതരിപ്പിച്ചോ വെച്ചിട്ട് മങ്കൂസ് മൗലിദത്തെ വിഷയത്തിൽ അങ്ങനെ പ്രാർത്ഥന. നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിനോട് എന്തുകൊണ്ട് ബോധിപ്പിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയണം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു മറ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ശിർക്ക് വരൂല എന്നാ അവിടെ പറയുന്നത്. അതാണ് മങ്കൂസ് മൗലിദ് ഇർത്തക്കബത്തൂരുള്ളത് എന്നാ ഇവിടുത്തെ സംസാരം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നല്ലോണം വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി. വിഷയം മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദിലുള്ളത് അള്ളാന്റെ റസൂലിനോട് പാപം ചെയ്തതിന്റെ പേരിൽ അന്യായം പറഞ്ഞതാണ് ഏറ്റവും വലിയ ശിർക്കായിട്ട് വഹാബികൾ ഉദ്ധരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മദീനത്തേക്ക് ഒരുപാട് ട്രിപ്പ് അടിക്കേണ്ടി വരും. കാരണം എന്താ പറയുക, ഒരു ദിവസം അവർ തെറ്റ് ചെയ്തിട്ട് അന്ന് റസൂലിന്റെ അടുത്ത് പോയി കണ്ട് ചെല്ലി പറഞ്ഞു പോന്നാലേ ഒരു ട്രിപ്പ് ഒരുപാട് വേണ്ടി വരില്ല. നിങ്ങൾ വേറെ കളിയാക്കാനും പരസ്യ സഹായിക്കല്ലത്. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കളിയാക്കല്ല, സഹോദര, നിങ്ങൾ മങ്കൂസ് മൗലിദിൽ ഇർത്തകബത്തു അലൽ ഖതാ വൈറ ഹസനിൻ വഅദദ് എന്ന് പറഞ്ഞ വാചകമാണ്. ഞാൻ മങ്കൂസ് മൗലിദിനെ പറ്റി ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ ഓതിയ ആയത്തിനെ വിശദീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ആയത്തിൽ നമ്മൾ തെറ്റ് ചെയ്താൽ റസൂലിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. റസൂലിനോട് ചോദിക്കാൻ ഞാൻ മദീനത്തേക്ക് പോകണം. ഞാൻ റസൂലിനോട് അന്യായം പറയാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് ഇബ്നു കസീർ എന്ന മുഫസ്സിറിനെ ഉദ്ധരിച്ചിരിക്കുകയാണ് സഹോദരൻ. ഞാൻ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകല്ലേ? അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ മദീനത്തേക്ക് പോകണ്ടേ? പോണെങ്കിൽ പോകണം, കിട്ടണമെങ്കിൽ പോകണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അതേ ആവശ്യമുള്ളെങ്കിൽ പോകണം. എന്താ സംശയം? ഈ ആയത്തിന് വഴിപ്പെട്ടുകൊണ്ട് പോകണമെങ്കിൽ പോകണം, അല്ലെങ്കിൽ തെറ്റ് പൊറുക്കൂല നിങ്ങൾ പറയണോ? അങ്ങനെ പറയില്ല. ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നാല് ഈ ആയത്തിന്റെ അർത്ഥം അതിനല്ലേ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊരു തെറ്റ് ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തേടിയ കാര്യം പിന്നെ അവിടെ പോയി തേടണ്ടേ? നിങ്ങൾ മനസ്സിലാക്കി സഹോദരി, ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരികയാണോ വേണ്ടത് അതോ നിങ്ങൾ വെക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയും വേണം, നിങ്ങൾ പറയണം. എന്നാ ഞാൻ പറയുന്നത് പക്ഷെ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാനല്ല ഇവിടെ വിഷയം, നിങ്ങൾ ബോധ്യപ്പെടണം. യുർഷിദു തആല, അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു അൽ ഉസാത്ത, എല്ലാ പാപികളോടും, ഒരു മുദ്നിബീന, കുറ്റം ചെയ്ത എല്ലാവരോടും, അവർ തെറ്റു ചെയ്താൽ നബിയെ സമീപിച്ചിട്ട് അന്യായം പറയാനും നബിയോട് കാര്യങ്ങൾ ബോധിപ്പിക്കാനും അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഇബ്നു കസീർ ഒരു ബോധ്യം, അതേ രീതിയിൽ നബിയുടെ വഫാത്തിന്റെ ശേഷം പല സ്വഹാബാക്കളും ബോധിപ്പിച്ചിട്ട് അന്യായം പറഞ്ഞ കഥകളും ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചു. ആ ചരിത്രത്തെ ആധാരമാക്കിയിട്ടും സംഭവങ്ങൾ ആധാരമാക്കിയിട്ടും പാപികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയിട്ട് ഇസ്തിശ്വായ നടത്തിയിട്ട് തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറഞ്ഞാൽ അത് സുന്നത്താകുന്നു, ഫലപ്രദമാകുന്നു എന്നാണ് നമ്മുടെ ഫുഖഹാവും ഇമാമുകളും വിവരിച്ചത്. ഈ സുന്നത്തിൻ്റെ അർത്ഥം, ഈ സുന്നത്ത് എടുത്തിട്ടില്ലെങ്കിൽ ഒരാൾക്ക് കുറ്റം കിട്ടും, നരകത്ത് കിടക്കുന്നല്ല. ഈ സുന്നത്ത് എടുത്താൽ അതിന് അതിൻ്റെതായ നേട്ടങ്ങൾ കിട്ടും, ഫലം കിട്ടും എന്നാണ് നമ്മുടെ ഇമാമികൾ വിവരിച്ചത്. ഈ വിവരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ സുന്നികൾ പഴയ കാലം മുതലേ, പരമ്പരാഗത കാലം മുതലേ, സ്വഹാബത്ത് മുതലേ നബിതങ്ങളോട് അന്യായം പറയലും നബിതങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് അന്യായം പറയലും ഇവിടുന്ന് ആത്മാവ് കൊണ്ട് മാത്രം യാത്ര നടത്തിയിട്ട് അന്യായം പറയലും നടത്തി വരുന്നുണ്ട് എന്ന് അനവധി മുഹദ്ദിസുകളുടെയും ഇമാമുകളുടെയും പദ്യങ്ങളും കവിതകളും ചൊല്ലിയിട്ട് ഞാനിവിടെ തെളിയിച്ചു. അത് തന്നെ മങ്കൂസ് മൗലിദിലുള്ളൂ. ഇതിനപ്പുറം മങ്കൂസ് മൗലിദിൽ ശിർക്ക് ആരോപിക്കാൻ പണ്ടേത്തെ ഇമാമിയങ്ങൾ പറയാത്തതും ഇമാമിയങ്ങൾ സുന്നത്താണെന്ന് വ്യക്തമാക്കാത്തതുമായ ഒരനാചാരവും ഹറാമോ കറാഹത്തോ ആയ ഒരു നടപടിയുമില്ല എന്നാണ് സഹോദര ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ നമ്മളൊരു തെറ്റ് അത് നിങ്ങൾ മനസ്സിലാക്കി, അത് പറയും.
ഇങ്ങോട്ട് വേണം ബാക്കി പറയാം. ഞാൻ മനസ്സിലാക്കിയെന്ന് പറയലാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ ബാക്കി ചോദിക്കാണ്ട് എന്തെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ടൈമെന്ന് വെച്ച് ചോദിക്കണം. അത് അതിന്റെ ബാക്കി ചോദിച്ചെങ്കിൽ ഇത് മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കി ചോദിക്കുക. ഇത് മനസ്സിലാക്കിയിട്ടില്ല, ചോദിക്കില്ല. ഞാൻ അതിന്റെ ബാക്കി ചോദിച്ചെങ്ങനെ മനസ്സിലായി? ബാക്കി ചോദിക്കണമെങ്കിൽ ഇത് ചോദിച്ചോ മനസ്സിലായിക്കോളൂ. സഹോദരൻ പോകരുത്, പിണങ്ങി പോകരുത്. സഹോദരൻ പിണങ്ങി പോകരുത്. നിങ്ങൾ ചോദിച്ചോളൂ. ഞാനും നിങ്ങളും നേരെ എൻ്റെ ഒച്ച കുറച്ച് കൂടുന്നേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, ഇതിൻ്റെ സാധാരണ സ്വഭാവമാണ്. നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ ഒച്ച കൂടുന്നതുകൊണ്ട് പേടിക്കേണ്ട സഹോദരൻ. അത് സാധാരണ എൻ്റെ ഒരു പ്രകൃതിയാണ്. അങ്ങനെ മനസ്സിലായിക്കോളി. ഓരോരുത്തർക്കും ഓരോ പ്രകൃതി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഊക്ക് പറഞ്ഞാൽ ലേശം ശബ്ദം കൂടും, അത്രയേ ഉള്ളൂ. അത് പ്രശ്നം ഇടിയിട്ടിട്ട് പേടിച്ചു അങ്ങനെ അതുകൊണ്ട് പേടിക്കണ്ട, അത് മനസ്സിലായി. സന്തോഷം. അപ്പൊ ഒരു മനുഷ്യൻ ഒരാളോട് തെറ്റ് ചെയ്താൽ നമ്മളെ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ നിങ്ങളിപ്പോ പറഞ്ഞ വിഷയം മനസ്സിലാക്കി. മങ്കൂസ് മൗലിദിൽ പാപം ചെയ്തതിന്റെ പേരിൽ അന്യായം പറയുന്ന വരിയുള്ളതാണ്, ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ് എന്ന് വഹാബിസം പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതേ ഇസ്തിശ്വായ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ച, ഖുർആൻ തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ച അതേ കാര്യം മാത്രമേ മങ്കൂസ് മൗലിദിലെ ഇർത്തഖബത്തുലുള്ളൂ എന്നാണ് ഇവിടെ വിഷയം പറഞ്ഞത്. ഉസ്താദേ, ഇർത്തഖബത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ആയത്തിനെ പറ്റിയാണ്. നിങ്ങൾ ആയത്തിനെ പറ്റി എന്താ ചോദിക്കേണ്ടത്? പുതിയത് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഒരു വിഷയം മനസ്സിലാക്കാതെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുതിയിട്ടാ ഞാൻ വിഷയം പറഞ്ഞില്ല. ഞാൻ അതിനെ പറ്റി ഞാൻ ചോദിച്ച ഈ ആയത്തിനെ പറ്റിയാ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പിന്നെ റസൂലിനോട് തേടണം, അല്ലെങ്കിൽ അവിടെ പോയി ചോദിക്കണം എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞേ പറയും, ഞാൻ പറഞ്ഞേ പറയും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോയാൽ പോരല്ലോ. അല്ല, റസൂൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടണം എന്ന് പറഞ്ഞില്ല നിങ്ങൾ? അത് പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ചോദിക്കും നിങ്ങൾ, ഞാൻ എന്താ പറഞ്ഞു? പറ്റൂല എന്നാണ് ഞങ്ങളെ വാദം. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട് തേടാൻ പറ്റൂല എന്നാണോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞു സഹോദരൻ. അല്ല, നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ ചോദിക്കും സഹോദരൻ. ആരും ഇടപെടരുത്, സഹോദരന്മാരിടപെടരുത്. നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറഞ്ഞ എന്താണെന്ന് എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഉസ്താദേ, ഞാൻ ചോദിച്ച ഒരു സഹോദരനോട് ഞാൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ മതിയോ, അതോ ആ സഹോദരനോട് ആദ്യം പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയണം? അത് നിങ്ങൾ ചോദിക്കുന്നത്, പാപികളായ ആളുകളൊക്കെ അല്ലാഹു തആലാന്റെ റസൂലിനോട് ചെന്നിട്ട് റസൂലിനോട് അന്യായം പറഞ്ഞാൽ അത് പാപം പുറത്തു തരാൻ സഹായകമായ സുന്നത്തായ നടപടിയാകുന്നു എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് മാത്രമാണ് മങ്കൂസ് മൗലിദുകാരും മങ്കൂസ് മൗലിദ് എഴുതിയ ആളും അത് ചൊല്ലുന്നവരും നടത്തുന്നുള്ളൂ എന്നാണ് ഇവിടെ പ്രസംഗിച്ചത്. അതന്നെ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് ഒരു സഹോദരനോട് ഞാനൊരു പാപം ചെയ്താൽ അത് ഞാൻ ആ പാപം പൊറുക്കാൻ വേണ്ടി ആ സഹോദരനോട് പറയണ്ട, നേരെ റസൂലിനോട് പറഞ്ഞാൽ മതിയാവുന്ന എന്റെ ചോദ്യം. അപ്പൊ അതിവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ, അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എല്ലാ പാപത്തിന്റെയും എല്ലാ വ്യവസ്ഥകളും റസൂലിനോട് പോയി പറയലാണ് എന്നിവിടെ സംസാരിച്ചിട്ടില്ല. പാപികളായിട്ടുള്ള ആളുകൾ പാപത്തിന്റെ പേരിൽ നബിയോട് പോയി ഇസ്തിശ്ഫായ നടത്തൽ സുന്നത്താണെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. അതേ ഇസ്തിശ്ഫായ മാത്രമേ മങ്കൂസ് മൗലിദിലുള്ളൂ. അതിന്റെ പേരിൽ ശിർക്ക് പറയണ്ട എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു പാപം ഒരാൾ ചെയ്താൽ ഒരുപാട് വ്യവസ്ഥ ഉണ്ട്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തൗബയ്ക്ക് ശർത്ത് ആ ജനങ്ങളുമായിട്ടുള്ള ഇടപാട് തീർക്കണം. ആരാനെ ചീത്ത പറഞ്ഞാൽ ഓലേറ്റ് തീർക്കണം. അതൊക്കെ തീർത്ത ഉപാധികളൊക്കെ പാലിച്ച ശേഷം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാൻ ഏറ്റവും നല്ലതാണ് നബിയെ കൂടി അന്യായം പറഞ്ഞിട്ട് നബിയുടെ ഇസ്തിശ്ഫാ നടത്തൽ എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പം ആയത്തുണ്ടോ? അത് ആയത്തുനിന്ന് കിട്ടുന്നതാണ് നമ്മളെ ഇമാമുകൾ പറഞ്ഞത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ അതല്ല. നിങ്ങൾ പാപം ചെയ്തോലൊക്കെ മദീനത്ത് പോയെങ്കിലേ പൊറുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് സുഹൃത്തെ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് ചോദിക്കും. ഞാനും നിങ്ങളും വാദപുതിയാൻ നടത്താൻ നടക്കൂല. കാരണം നിങ്ങൾ ഇതായിട്ട് വാദപുതിയാത്തിന് തയ്യാറായ ആലിമാന്ന് സമ്മതിക്കൂല. അപ്പൊ സമ്മതിക്കുന്ന ഒരാളായിട്ട് അത് സംസാരിച്ചാൽ പറ്റുള്ളൂ. നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ജാഹിലാണ് എന്നാ ഞാൻ അതുവരെ പറഞ്ഞതൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടില്ല. ആ പറയരുത്. അപ്പൊ അതുകൊണ്ട് ആലിമീങ്ങളായിട്ട് സംവാദം നടക്കുള്ളൂ. നിങ്ങൾ വേണ്ടത് ചോദിക്കും. എല്ലാം അറിയുന്ന എനിക്ക് വാദവുമില്ല, ഒന്നും അറിയണ്ട. നിങ്ങൾ ചോദിക്കുക, മറുപടി പറയാം. മറുപടി ഉപചോദം ചോദിക്കുക, അങ്ങനെ ബന്ധപ്പെട്ട് പറയണം. നിർത്തി വെറുതെ നിർത്തിയാ എന്താ? എന്നുള്ള ആ വരികളിൽ പിന്നെ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയ ആൾക്കാർ അബദ്ധം പണിഞ്ഞെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? അങ്ങനെ
ഒരു അബദ്ധം ഉണ്ടായത് മിൻ ഷഫാഅത്തിക എന്നുള്ളടത്ത് ആ മിൻ ഉപയോഗിച്ച് ശരിയല്ല എന്നുള്ളൊരു പ്രയോഗം അങ്ങനെ ചില പല പുസ്തകങ്ങളിൽ കാണാനുണ്ട്. അത് അർത്ഥം തിരിയായിട്ടാണ്. തങ്ങളുടെ ഷഫാഅത്ത് കാരണം എന്നുള്ളതിന് മിന്നും പറയാറുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. മിൻ അല്ല, അവിടെ ആ പ്രയോഗം തെറ്റൊന്നുമില്ലല്ലേ? കാരണം എന്നർത്ഥം വെച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല, ആ പ്രയോഗം മിൻ ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രയോഗത്തിന് കുഴപ്പമില്ലാന്ന്. ഒരു ബായിന്റെ സ്ഥാനത്ത് മിന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ പ്രയോഗം ശരിയല്ലേ, നിയമപരല്ലേ? ബായിന്റെ അർത്ഥത്തിൽ അജല് എന്നുള്ള അർത്ഥത്തിൽ മിന്നു ഉപയോഗിക്കുന്നത് പ്രയോഗം ശരിയാണല്ലോ. ആര് പറഞ്ഞു അല്ലാന്ന്? അല്ല, അതൊരു അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എഴുതിന് ന്യായം തെളിയിക്കണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. മങ്കൂസ് മൗലിനെ വിമർശിക്കാൻ വേണ്ടി വഹാബികൾ കുവമാണ് അലിയുബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ്. ആ ഹദീസ് ആധികാരികമായി നമുക്ക് ഏതെങ്കിലും കിതാബുകളിൽ കാണാൻ കഴിയുമോ? അത് ഹദീസ് അതിന് പറയില്ല. അത് സാധാരണ നാട്ടിലെ ഹദീസ്, ഒരു വർത്താനം എന്നാണ് അതിൻ്റെ അർത്ഥം, ഒരു ചരിത്രം. ഹദീസ് എന്ന് സാങ്കേതികമായിട്ട് പറയുന്ന ഹദീസ് അല്ല അത്. അലിജിബിന് സെയ്ദ് എന്ന് പറയുന്ന ആളുടെ ഒരു സംഭവ അനുഭവ കഥയാണ് എന്ന് ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത് മനസ്സിലായിട്ടില്ല? അതല്ലേ അത്. അതിന് ഹദീസ് എന്ന് സാങ്കേതികമായി പറയില്ല. പക്ഷെ നമുക്ക് ഏത് കിതാബിൽ നിന്നാണ് അത് ഉദ്ധരിക്കാൻ കഴിയുക? അത് അദ്ദേഹത്തിന്റെ അനുഭവ കഥ പറഞ്ഞതാണ്. അദ്ദേഹത്തിൽ നിന്ന് പല കിതാബിലും ചരിത്ര കിതാബുകളിലൊക്കെ ഉണ്ട്, പല ചരിത്ര കിതാബിലുണ്ട്. നമുക്ക് ഏതെങ്കിലും കിതാബുകളുടെ പേര് പറയാൻ പറ്റും? ഒന്ന് മങ്കൂസ് മൗലിദ് തന്നെ. മങ്കൂസ് മൗലിദാണല്ലോ നമ്മുടെ തർക്ക വിഷയം. ആ മങ്കൂസ് മൗലിദിലേക്ക് നമ്മൾ ഏത് കിതാബിൽ നിന്നാണ് എടുത്തത്? ഏത് കിതാബിൽ നിന്ന് എടുത്താലും ആ കിതാബിലെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ അലിയിബ്നു സയ്യിദിന്റെ കാലത്ത് ജീവിച്ചവരൊക്കെ കിട്ടണ്ടേ, നല്ലല്ലേ ബോധ്യമുള്ളൂ, അല്ലേ? മങ്കൂസ് മൗലിദിന്റെ മുമ്പുള്ള ഏതെങ്കിലും കിതാബുകൾ? മങ്കൂസ് മൗലിദിന്റെ മുമ്പ് ഏതൊക്കെയോ സീറ കിതാബിലുണ്ട്, പല കിതാബുകൾ. ഏതെങ്കിലും കിതാബിന്റെ പേര്? മൗലിദിനെ പറ്റി സഖാവിന്റെ കിതാബിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ഇഖിലിയിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ഏതൊക്കെയോ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വായിച്ച ഓർമ്മയുണ്ട്, അങ്ങനെ തോന്നുന്നു. കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതിന് കുഴപ്പമില്ല ആ പറഞ്ഞത്. അതൊരു അനുഭവ കഥ വിവരിച്ചതാണ്. കഥയിൽ സംശയം ഉണ്ടായിട്ടല്ല, കിതാബിന്റെ പേര് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. കിതാബിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പല കിതാബിലും വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹജ്ജ് 9-നാണ് അറഫയിൽ നിന്നത്. അത് വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശേഷമുള്ള മാസം 30 കൂട്ടിയാലും 29 കൂട്ടിയാലും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വരുന്നില്ല. ഒന്നുകിൽ ശനിയാഴ്ച വരും, അല്ലെങ്കിൽ ഞായറാഴ്ച വരുള്ളൂ. അപ്പോൾ ഈ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞത് പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ്? അത് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ IPS പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, അത് വായിച്ചാൽ ആ സംശയം തീരും സഹോദരൻ. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞിട്ട് IPS പുറത്തിറക്കിയ ചെറിയൊരു 25 റുപ്യൻ്റെ പുസ്തകം. പുസ്തകമല്ല ഉസ്താദ്, കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. അത് മുമ്പേ ചെയ്താണ് കർച്ചാണ്. അത് മക്കയും മദീനയാണ് ഇത് രണ്ടും. മക്കയിലാണ് ഹജ്ജ്, മദീനയിലാണ് ഈ പറയുന്നത് വഫാത്തെ. അപ്പോൾ വഫാത്ത് ഹജ്ജ് നടക്കുന്ന മക്കയും മദീനയും തമ്മിൽ ഉദയാസ്തമയത്തിൽ വ്യത്യാസമുള്ള രാജ്യമാണല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ 29 ആയപ്പോൾ ഇവിടെ ചിലപ്പോൾ 30 പൂർത്തിയാക്കിയേക്കും, ഇവിടെ ചിലപ്പോൾ 30 ആയപ്പോൾ അവിടെ 29 പൂർത്തിയാക്കും. അങ്ങനെ ഒരു പരിഗണന വെച്ചാൽ റബീഉൽ അവ്വൽ 12-ന് മരിക്കാം, കുഴപ്പമില്ല. മരിക്കാനല്ല, തിങ്കളാഴ്ച വരില്ല, തിങ്കളാഴ്ച തന്നെ വരും. ഇല്ല, ശനിയാഴ്ച. അപ്പം നമുക്ക് ശനിയാഴ്ചയാണ് ഇപ്പം പിന്നെ ഒരു മാസം 29 കൂട്ടിയാണെങ്കിൽ ശനിയാഴ്ചയാണ് വരിക, അല്ലെങ്കിൽ ഏറി വന്നാൽ ഞായറാഴ്ച വരും. പിന്നെ തിങ്കളാഴ്ച പറഞ്ഞ അർത്ഥമില്ല. തിങ്കളാഴ്ച തന്നെ വരും എന്ന് ഫത്താവൽ കുബറയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കി, ബോധ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. റംലി ഇമാമ് വേറെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റംലി ഇമാമിൻ്റെ അഭിപ്രായം ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം രണ്ടും എടുത്തു വയ്ക്കുക. റബീഉൽ അവ്വൽ 12-ന് തന്നെ റസൂലുള്ളാഹി വഫാത്താകാം ഇബ്നു ഹജറിന്റെ വീക്ഷണത്തിൽ. റംലി ഇമാമ് പറയുന്നത് 12-ന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 12 കഴിഞ്ഞിട്ടുള്ള ദിവസം 13-ന് എന്നാണ്. അങ്ങനെ ഉദ്ധരിക്കാം. 12-ന് തന്നെ തിങ്കളാഴ്ച വരാൻ കൃത്യമായിട്ട് തന്നെ ഇമാം ഇബ്നു ഹജർ ന്യായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മക്കയിലാണ് അറഫ, മദീനയിലാണ് മൗത്ത്. അപ്പം മാസപ്പിറവിയിൽ വ്യത്യാസം വന്നാൽ 12 വരാൻ ഫത്താവുൽ കുബ്രയിൽ വിവരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇബ്രാഹിം നബിയുടെ പിതാവ് കാഫിറാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുണ്ടോ? നിഷേധികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഖുർആനിൽ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആസർ എന്ന് പറയുന്ന ആളെ അബു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസർ എന്ന് പറയുന്ന ആളെ ഇബ്രാഹിം നബിന്റെ അബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, മങ്കൂസ് മൗലിദിന് കേടില്ല. അല്ല, അതുകൊണ്ടല്ല. അപ്പം അവരെ നബിൻ്റെ പിതാമഹന്മാരെ കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയുമ്പോൾ
അപ്പം അതിലൊരു പിതാമഹന്മാരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബിന്റെ പിതാവിനെ ആസർ എന്ന് വിവരിച്ചിട്ടുള്ള ആ പിതാവ് നേരെ പിതാവല്ല, അത് അമ്മ് പിതൃകനെ കൊണ്ട് അബ് എന്ന് അറബികൾ ഉപയോഗിക്കുന്ന അതേ ശൈലി പ്രകാരം ഉപയോഗിച്ചതാണ് എന്ന് നമ്മുടെ ഇമാമികൾ വിവരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഇബ്രാഹിം നബിയുടെ പിതാവ് ബൈബിളുകളൊക്കെ പറഞ്ഞ താറഫ് എന്ന് പറയുന്ന ആൾ തന്നെയായിട്ട് മനസ്സിലാക്കിയാൽ വിശ്വാസികളായിട്ട് തന്നെ മാറുന്നതിന് കുഴപ്പമില്ല. തീർന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് റസൂലുള്ളാഹിന്റെ നൂറിനെയാണല്ലോ. അതിനുശേഷം നമുക്കിങ്ങനെ മങ്കൂസ് മൗലൂദിൽ മനസ്സിലാവുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് റസൂലുള്ളാഹിന്റെ നൂറിനെയാണല്ലോ. അപ്പോൾ മങ്കൂസ് മൗലൂദിൽ നമുക്ക് മനസ്സിലായി ആദം നബീൻ്റെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരുപാട് വർഷം മുമ്പെയാണ് ആ റസൂലുള്ളാഹിന്റെ നൂറിനെ സൃഷ്ടിച്ചതെന്ന്. പക്ഷേ റസൂലുള്ളാഹിന്റെ നൂറ് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ആ മങ്കൂസ് തന്നെ അല്ലാഹു തആലാന്റെ തിരുഹദറത്തിന്റെ മുമ്പ്. അപ്പോൾ ആ തിരുഹദറത്തെ ആദ്യം സൃഷ്ടിക്കണം. അപ്പോൾ സൃഷ്ടിക്കൂല, തിരുഹദറത്ത് സൃഷ്ടിക്കാത്തതിനാണ് ആ ഹദറത്ത്. ഹദറത്ത് തന്നെ ചില വ്യക്തികളെ പറഞ്ഞിട്ടില്ല നിങ്ങള്, ഹദറത്ത് അബൂബക്കർ, ഹദറത്ത് ഫുലാൻ, ഇതുപോലത്തെ ഹദറത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ എവിടെയാന്ന് നമുക്കറിയില്ല. അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക സ്ഥലത്ത് നിന്ന് അതിൻ്റെ അർത്ഥം. ആ പ്രത്യേക സ്ഥലത്ത് നിന്നും ആ പ്രത്യേക സ്ഥലത്തെ ആദ്യം സൃഷ്ടിക്കണ്ടേ? സ്ഥലം വേണ്ടല്ലോ ഒളിവിന്. ഒളിവ് തന്നെ സ്ഥലം വേണ്ടാത്ത സാധനമാണ്. ഒളിവ് എന്ന സാധനം നിൽക്കണമെങ്കിൽ സ്ഥലം വേണ്ട. ഭൗതിക പദാർത്ഥത്തിന് സ്ഥലം വേണ്ടുള്ളൂ. അപ്പോൾ അതിന് സ്ഥലം വേണ്ട, ആവശ്യമില്ല. അസ്സലാമു അലൈക്കും. മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ഹിക്കായത്തിൽ കരീമത്തായ സുൽബുകളിലൂടെയും തോഹിറത്തായ റഹ്മുകളിലൂടെയും നബിയെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നബിയോട് ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ പിതാവ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നരകത്തിലാണ് എന്ന് നബി പറയുകയും ശേഷം അയാൾ മടങ്ങിപ്പോകുന്ന സമയത്ത് തിരിച്ചു വിളിച്ചിട്ട് ഇന്ന അബി വ അബാക്ക ഫിന്നാർ എന്ന് പറയുകയുണ്ടായി. അതുപോലെ വേറൊരു ഹദീസിൽ നബി ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ എനിക്ക് അള്ളാഹു ഇസ്തിഗ്ഫാർ തേടുവാൻ അനുവാദം തന്നില്ല എന്നും കാണുന്നുണ്ട്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയെ സംബന്ധിച്ചും ലൂത്ത് നബിയുടെ ഭാര്യയെ സംബന്ധിച്ചും സൂറത്ത് തഹ്രീമിലൊരായത്ത് കാണുന്നുണ്ട്. അപ്പോൾ കരീമത്തായ സുൽബുകളിലൂടെയാണ് വന്നത് എങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിലാണ് എന്ന് ആ മനുഷ്യനോട് പറയുക? ഈ സംശയം തീർത്തും ഒന്ന് ചിന്തിക്കുക. ലൂത്ത് നബിൻ്റെയും നൂഹ് നബിൻ്റെയും ഭാര്യമാര് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 100 പേറിയ സമയത്ത് അവർ അവിശ്വാസികളാണ് എന്ന് പറയണ്ട. അവർ ഇതിൽ വരുന്നില്ല പരമ്പരയിൽ. അപ്പോൾ അവരെ ചോദ്യം മറന്നു വിടണം. ബാക്കിയുള്ളവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മമാർ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പിതാക്കളെല്ലാം വിശ്വാസികളായിരുന്നുവെന്ന് പറയേണ്ടതില്ല എന്നും നമ്മുടെ ഇമാമിയങ്ങളിൽ 2 പക്ഷമുണ്ട്. വിശ്വാസപരമായ ശുദ്ധിൻ്റെ കാര്യമല്ല. അപ്പോൾ മങ്കൂസ് മൗലിദിൽ അങ്ങനെയാണെങ്കിലും വേറെ കിതാബുകളിലൊക്കെ തൊയ്യിബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൂമിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് കിട്ടിയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാക്കളെല്ലാം മൂമിനീങ്ങളായിരുന്നു, മാതാക്കളെല്ലാം മൂമിനീങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നവർ നിങ്ങൾ ചോദിച്ച ഹദീസുകളെയൊക്കെ ശരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ബുൽബുലിൽ മുമ്പ് നിവാരണത്തിൽ എഴുതിയിട്ടുള്ള വിഷയമാണ്. എന്നാലും ഈ നേർക്കുനേരിൽ ഇപ്പോൾ നടക്കൂലല്ലോ. അപ്പോൾ മസാലിക്കുൽ ഹനഫ എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളെയും മാതാക്കളെയും ശരിക്കും അവർ രക്ഷപ്പെട്ടവരും മൂമിനീങ്ങളുമായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന ഇമാം സുയൂത്തിയുടെ കിതാബ്, നിങ്ങളൊരു മുസ്ലിയാരാണല്ലോ, നിങ്ങൾ നല്ലപോലെ എടുത്തിട്ട് വായിക്കുക. അങ്ങനെ വായിച്ചാൽ ഈ ഹദീസിൻ്റെ ഒക്കെ ശരിയായ നിരൂപണം കിട്ടും. ഒന്ന് പറയാം, നിങ്ങളും എൻ്റെ വാപ്പയും നരകത്തിലാണ് എന്ന് പറയുന്ന ആ കഷ്ണം മുസ്ലിമിൻ്റെ ഹദീസിൽ വേറെ റിപ്പോർട്ടുകളിലൊന്നും ഇല്ലാത്തത് ഒരു റിപ്പോർട്ടറുടെ സ്വന്തം ഭാഷ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ വന്ന, അതായത് മയനുകൊണ്ട് റിവായത്ത് ചെയ്തപ്പോൾ വന്ന ഒരു ചെറിയ വ്യത്യാസമാകുന്നു അത് എന്നാണ് ഒരു മറുപടി. മറ്റ് പല മറുപടികളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും സംശയം ചോദിച്ചു ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് പല മറുപടികളും അതിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അനുവാദം കൊടുത്തില്ല എന്നാണെന്നും പിന്നീട് വിശ്വസിച്ചവരാണ് എന്നും ദ്വാരനോളി എന്ന് പറഞ്ഞപ്പോൾ ഇസ്തിഗ്ഫാറിന് അനുമതി നൽകി എന്നും ഒരു റിപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള അവിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ
അവരുടെ മാതാക്കൾക്കൊക്കെ ഇസ്തിഗ്ഫാർ നടത്താൻ, മുശ്രിക്കുകളായ മാതാക്കൾക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ നിമിത്തമാകും, ഇടനൽകും എന്നതുകൊണ്ട് പ്രത്യേകം തടഞ്ഞതാണ് എന്ന് മറുപടിയുണ്ട്. അപ്പോൾ ആ വിധം മറുപടികളൊക്കെ ഇത്തരം ഇമാമുകൾ കൈകാര്യം ചെയ്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയട്ടെ, റസൂലുള്ളാഹിന്റെ മാതാക്കളും പിതാക്കളും എല്ലാം വിശ്വാസികളായിരുന്നു എന്ന് തന്നെ ദൃഢമായി വിശ്വസിക്കണമെന്ന് അഹ്ലുസുന്നത്തിൽ നിർബന്ധമില്ല. രണ്ടു പക്ഷവും അഹ്ലുസുന്നത്തിലുണ്ട്. വിശ്വാസികളായിരുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും റസൂലുള്ളാഹിന്റെ മഹത്തമായ സ്ഥാനത്തിലേക്ക് ഏറ്റവും നല്ലതും ബലപ്പെട്ട പ്രമാണങ്ങളൊക്കെ അതാണ് ബോധ്യപ്പെടുത്തുന്നതും എന്ന് ഇമാം സുയൂത്തി, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ, അവർക്ക് മുമ്പ് ഇമാം സുഹൈരി പോലുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ ഒരുപാട് ഉപന്യസിച്ച വിഷയമാണ്. അതനുസരിച്ച് നമ്മൾ വിശ്വസിച്ച് വരുന്നു. അതാണ് അബ്ദുള്ള എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു, ആമിന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്നൊക്കെ നമ്മൾ ചെല്ലുന്നത്. ആ വിശ്വസിച്ച് വരുന്നവർ ഇത്തരം നിങ്ങൾ ഉന്നയിച്ച എല്ലാ ഹദീസുകളെയും അവർ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വിശകലനം ചെയ്ത് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ടോ? എൻ്റെ ഒരു സംശയം, ഫതലക്ക ആദമു സമയം പലവരും ചോദ്യം ചോദിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ സമയം വൈകിയത് കൊണ്ടും ഉസ്താദിൻ്റെ ക്ഷീണം, അയാൾ ഒരു ചോദ്യം കൂടി ഉപചോദ്യം ചോദിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അതുകൂടി മാത്രം അനുവദിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ അവസാനിപ്പിക്കണം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, കലിമാത്ത് എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് 3 കലിമത്തുകളെങ്കിലും വേണം. അപ്പം അതിൽ ഒന്നാണ് റബ്ബന വലംന അൻഫുസന എന്ന് തുടങ്ങുന്ന ആയത്ത്. സാധാരണ കലിമത്ത് എന്ന് പറയുന്നത് ഖൗലും മുഫ്രദ് എന്നാണ്. അപ്പോൾ റബ്ബന വലംന അൻഫുസന എന്നതിൽ തന്നെ 3-ലധികം കലിമത്തുകളില്ലേ? അപ്പം അത് കലിമാത്ത് അത് പിന്നീട് വന്ന ഇസ്തിലാഹാണ്. അത് പിന്നീട് ഉണ്ടായിരുന്ന സാങ്കേതിക പ്രയോഗമാണ്. പണ്ടത്തെ കാലത്ത് വരെ എന്നറിയുന്ന അർത്ഥമുള്ള കലാമനെ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അധിക സ്ഥലങ്ങളിലും കെലിമാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കെലിമാത്തുകൾ പിടിച്ചെടുത്തു എന്ന് അറിയണില്ലല്ലോ അർത്ഥമുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഏതോ ഒറ്റ 3 ഹർഫ് പിടിച്ചെടുത്തിട്ട് അൽ ബൽ അൽ കുൽ എന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവോ? അപ്പം ആശയമുള്ള പ്രാർത്ഥനാ വാക്യങ്ങളും ആശയമുള്ള ചില ഏതാനും വാക്യങ്ങളും ആദം നബി അലൈഹിസ്സലാം പിടിച്ചെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സാങ്കേതികമായ നഹ്വിൽ പോലും പ്രയോഗമുണ്ട്. ഭാഷയിൽ അങ്ങനെയല്ല, അല്ലെങ്കിലേ പ്രയോഗം. പണ്ടേ വാക്യം കലാം എന്ന അർത്ഥത്തിലാണ് കലിമത്തിന് ഖുർആൻ ഉപയോഗിച്ചത്. ഈ സംരംഭം വിഷയം അവതരിപ്പിക്കുകയും ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച് തന്ന വന്യരായ ഉസ്താദ് അവർക്ക് ആദ്യമായി IDF-ൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ വന്യരായ സയ്യിദ് അവറുകൾ അടക്കം പണ്ഡിത മഹത്തുക്കൾക്കും പ്രത്യേകമായി ഞങ്ങൾ നന്ദി അവതരിപ്പിക്കുന്നു. സ്നേഹമുള്ള എല്ലാ ഇവിടെ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളുമായി സഹകരിച്ച് ഇതിൻ്റെ ലൈറ്റ് അലജ്മെൻറ്റും സെറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. 3 സ്വലാത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.